വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. PV അൻവറിനെ കുറിച്ച് പറഞ്ഞാൽ രാഷ്ട്രീയ കേരളം വളരെ ശ്രദ്ധയോടെ കാണുന്ന ഒരു മുഖമായി മാറിയിട്ടുണ്ട്. അൻവറിസം എന്ന് നിലമ്പൂർക്കാർ പറയുന്നു, അൻവർ എന്ന് എല്ലാവരും പറയുന്നു. ഇതൊക്കെ അവസാനം ഏതിലേക്ക് അവസാനിക്കുകയായിരിക്കും ചെയ്യുക? അൻവർ എന്ന് പറയുന്ന വ്യക്തിത്വം ശരിക്കും ഇപ്പോൾ നിരുപാധികമായി UDF പിന്തുണ തരുന്നു എന്ന് പറയുന്നു. മമതാ ബാനർജിയുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഇന്നവർ പ്രഖ്യാപിച്ചു, സംസ്ഥാന കൺവീനറെ ചെയർമാനായി അദ്ദേഹത്തെ പ്രഖ്യാപിക്കുകയുണ്ടായി. അത് UDF ഭാഗമായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും UDF പ്രവർത്തകരോ കോൺഗ്രസ് പ്രവർത്തകരോ അതിന് എതിരെ നിൽക്കുകയോ അദ്ദേഹത്തിൻ്റെ ആ ഒരു UDFയിലേക്കുള്ള വരവിനെ തടുക്കുകയോ ചെയ്യാൻ ഒരു കാരണവശാലും കോൺഗ്രസ്സുകാരോ UDFകാരോ തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ നിലമ്പൂരിനെ സംബന്ധിച്ച് അറിയാലോ, നിലമ്പൂർ എന്നും കോൺഗ്രസിൻ്റെ കൂടെ നിന്നിരുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ടാണ് അത് അൻവറിൻ്റെ കൈകളിൽ എത്തിയത്. അത് കോൺഗ്രസിൻ്റെ ബലഹീനത കൊണ്ടല്ല, അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കുക എന്നുള്ള LDFൻ്റെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായി അൻവറിനെ പിടിച്ചെടുത്ത് സ്ഥാനാർത്ഥിയാക്കി നിന്ന് ജയിപ്പിച്ചതാണ്. അത് അടുത്തൊരു തെരഞ്ഞെടുപ്പ് നിലമ്പൂർ വരികയാണെങ്കിൽ 100% UDFൻ്റെ പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഒരു തെരഞ്ഞെടുപ്പിന് നേരിടുകയാണെങ്കിൽ 100% ഞങ്ങളൊരു 10-40,000 വോട്ടുകൾക്ക് ജയിക്കുന്നതിൽ ഒരു സംശയമില്ല. കാരണം രണ്ട് മാസം മുന്നേ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയങ്ക ഗാന്ധിക്ക് 62,000 വോട്ടുകൾ നേടിക്കൊടുത്ത ഒരു മണ്ഡലമാണ്, ഒരു നിയോജക മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അത്ര തന്നെ ഇല്ലെങ്കിൽ പോലും അതിൻ്റെ അടുത്ത് വരെ എത്തുന്ന രീതിയിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ UDF അവിടെ ജയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് AK നാസർ, PV അൻവറിൻ്റെ കാര്യത്തിൽ എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നേതാക്കൾ കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അൻവർ പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും കണ്ടിരുന്നു. നിലപാടുകൾ അദ്ദേഹത്തിൻ്റേത് അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും UDFൻ്റെ ഭാഗമായിട്ട് അൻവർ വരികയാണെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നമില്ല. മുസ്ലിം ലീഗ് UDFൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഏതൊരാളുകളുടെയും വിജയത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ വയനാട് തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്കറിയാം വലിയ ഭൂരിപക്ഷത്തിന് UDF വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ ശക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രീതിയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ടാണ്. തീർച്ചയായിട്ടും നിലമ്പൂരിൽ ആര് തന്നെ സ്ഥാനാർത്ഥിയായാലും, അത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. ആ തീരുമാനം കഴിഞ്ഞാൽ UDF മുസ്ലിം ലീഗൊക്കെ ഒറ്റക്കെട്ടായിട്ട് ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. തീർച്ചയായിട്ടും അൻവർ വരുമ്പോൾ അൻവറിൻ്റെ നിരുപാധിക പിന്തുണ കൂടിയാകുമ്പോൾ വലിയൊരു ആവേശം UDFൻ്റെ പ്രവർത്തകർക്ക് ഉണ്ടാകും എന്ന് മാത്രമല്ല, അൻവറിൻ്റെ ഒരു ലക്ഷ്യം അദ്ദേഹം ഈ പിണറായിസത്തിനെതിരെയുള്ള ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അത് കേരളക്കരയിലെ എല്ലാ വിഭാഗം ആളുകളും CPMലെ അടക്കം ഒരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത് വലിയ ഒരു ഗുണം UDF സംവിധാനത്തിന് ചെയ്യും. UDF സംവിധാനത്തിന് അൻവറിൻ്റെ സാന്നിധ്യം കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് മുസ്ലിം ലീഗിൻ്റെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം പ്രസിഡന്റ് AK നാസർ പറയുന്നത്. നേരത്തെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് അറഞ്ഞിക്കൽ ആനന്ദനും പറഞ്ഞത് UDFൻ്റെ ഭാഗമാവുന്നതോടെ അദ്ദേഹം UDFകാരനായി മാറുകയാണ്, UDFൻ്റെ എല്ലാ പിന്തുണയും അദ്ദേഹത്തിനുണ്ടാകുമെന്നാണ്. ഏതായാലും അൻവർ ഒറ്റയ്ക്കാവുന്നില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം മനസ്സിലാക്കുന്നത്. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നീള 24 ലൈവ്.